എക്സാമിന് എല്ലാം പഠിച്ചിട്ടുണ്ടാവും, നല്ലപോലെ എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ടാവും, ഞാൻ പഠിച്ചിട്ടും എന്താ എനിക്ക് ഇത്രയും മാർക്ക് കിട്ടാത്തത്. അതായത് ചില ആൾക്കാർ കുറച്ചേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ മാത്രമേ പഠിച്ചിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അവർക്ക് നമ്മളെക്കാൾ മാർക്കും കിട്ടുന്നുണ്ടാകും. അതായത് നമ്മൾ ഈ എക്സാം ടൈമിൽ നമ്മൾ പഠിക്കുന്നുണ്ട്, പഠിച്ചത് നമ്മൾ ഓർത്തെടുക്കാനുള്ള റിവിഷൻ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏറ്റവും വൃത്തിയായിട്ട് നമ്മളുടെ ആൻസർ ഷീറ്റിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത്. നമ്മളത് ചെയ്യാത്തിടത്തോളം നമ്മൾ എത്രയൊക്കെ പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാലും നമ്മൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് മാർക്ക് കിട്ടുക? അത് നമ്മുടെ പേപ്പറിൽ വൃത്തിയായിട്ടുണ്ടാവണം അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ് നമ്മളൊരു എക്സാം പേപ്പർ എഴുതേണ്ടത്, അല്ലെങ്കിൽ ആൻസർ ഷീറ്റ് എങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, എങ്ങനെ നിങ്ങൾ ആൻസർ ഷീറ്റിൽ നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം, അത് നിങ്ങളുടെ മാർക്സ് നിങ്ങളെ കൂട്ടാൻ എങ്ങനെയൊക്കെ സഹായിക്കും എന്നാണ് മിസ് ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. കാരണം എല്ലാവരും കഷ്ടപ്പെട്ടാണ് പഠിക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നിട്ട് മാർക്ക് കിട്ടാത്തൊരവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ വരുത്തുന്ന ചില മിസ്റ്റേക്സും അത് വരുത്താതിരിക്കാനുള്ള ചില ടെക്നിക്സും ആണ് മിസ് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ടീച്ചേഴ്സ് ഒരാളുടെ പേപ്പറല്ല നോക്കുന്നത്, ഒരുപാട് പേപ്പറുകൾ ഒരുമിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ആ പേപ്പർ ഏറ്റവും വൃത്തിയായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ച് സമയം കൊണ്ട് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേപ്പർ നോക്കി തീർക്കാം അല്ലേ? അങ്ങനെ ഏറ്റവും കുറച്ച് സമയമാണ് നിങ്ങളുടെ പേപ്പർ നോക്കാൻ ടീച്ചർ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാനുള്ള ചാൻസ് കൂടും. അതിൽ ഒന്നാമത്തെ കാര്യം ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പം ഇനി കുറച്ച് ചില ആൾക്കാർ എത്ര കഷ്ടപ്പെട്ട് കഴിഞ്ഞാലും ഹാൻഡ് റൈറ്റിംഗ് അത്ര വൃത്തിയായിട്ട് വരാറില്ല. അത് നമ്മുടെ കുഴപ്പമായിരിക്കണം എന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഹാൻഡ് റൈറ്റിംഗ് അത്ര അടിപൊളി അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. എന്ത് ചെയ്യാം, നമ്മൾ കുറച്ച് സ്പേസ് ഒക്കെ വിട്ട് അതൊന്ന് നല്ല രീതിയിൽ, അതായത് വായിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രസൻറ്റ് ചെയ്താൽ മതി. ആ ഒരു കാര്യം നിങ്ങൾ എൻഷുർ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് പോകുമ്പോൾ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളായാലും നിങ്ങൾക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണല്ലോ. അപ്പോൾ 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് മിസ് ഇവിടെ എഴുതി വെച്ച പോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യം ഇപ്പോൾ ഒരു 5 ക്വസ്റ്റ്യൻസോ 6 ക്വസ്റ്റ്യൻസോ 4 ക്വസ്റ്റ്യൻസോ എന്തോ ആയിക്കോട്ടെ, അത് നമുക്ക് കൂടുതൽ പാരഗ്രാഫുകളൊന്നും എഴുതാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തുടക്കത്തിൽ തന്നെ അങ്ങനെ എഴുതുക. ഇനി അറിയാത്തതാണെങ്കിൽ അവിടെ നമ്പർ ഇട്ട് വെക്കുക, എന്നിട്ട് അത് നിങ്ങൾക്ക് പിന്നീട് ഓർമ്മ കിട്ടുമ്പോൾ എഴുതിയാൽ മതി. കാരണം ഇത് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഏതെങ്കിലും പാരഗ്രാഫ് ക്വസ്റ്റ്യൻസിൻ്റെയൊക്കെ ഇടയിൽ പോയി എഴുതുന്ന സമയത്ത് നമുക്ക് അത് മിസ്സായി പോകാൻ, അത് കൗണ്ട് ചെയ്യാതിരിക്കാനുള്ള ചാൻസ് കൂടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, കഴിവതും അത് നീറ്റായിട്ട് ഫസ്റ്റിൽ തന്നെ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും, 3 മാർക്ക് ക്വസ്റ്റ്യൻസ് വരും. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ ഡെഫിനിഷൻ എഴുതാൻ പറഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെഫിനിഷൻ എഴുതുന്നു. അപ്പം ഈ ഒരു ന്യൂറോൺ കണ്ട് നിങ്ങൾ പേടിക്കേണ്ടത്, എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ എഴുതിയതേ ഉള്ളൂ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് ഒരു ക്വസ്റ്റ്യനും പ്ലസ് സബ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പോൾ സബ് ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ കുറച്ചൊന്ന് വിട്ടിട്ട് ഇങ്ങനെ മാർജിൻ്റെ ഇപ്പുറത്തേക്ക് എഴുതാം, അല്ലെങ്കിൽ ഇവിടെ ആയിട്ടും നിങ്ങൾക്ക് എഴുതാം. അത് നിങ്ങൾക്ക് വൃത്തിയായിട്ട് കാണാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പ്രസൻറ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താണ്, കുറച്ചുകൂടി ഈസി ആയിരിക്കും ടീച്ചേഴ്സിന് നോക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അണ്ടർലൈൻ കീവേഡ്സ്. അതായത് ടീച്ചേഴ്സ് പെട്ടെന്ന് നോക്കുമ്പം അവർക്ക് എപ്പോഴും ഒരു ആൻസർ കീ ഉണ്ടാകും. അതായത് ഈ പോയിന്റ്സ് വന്നിട്ടുണ്ടെങ്കിൽ മാർക്ക് കൊടുക്കാം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു പോയിന്റ് വൈസാണ് എഴുതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ത് ചെയ്യാം, ഇങ്ങനെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. അപ്പോൾ ടീച്ചേഴ്സിനെ നോക്കുമ്പോൾ തന്നെ മെയിൻ പോയിന്റ്സ് ഉണ്ട്, വേഗം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ക്വസ്റ്റ്യൻ ഇപ്പോൾ 3 മാർക്കാണെങ്കിൽ ആ 3 മാർക്ക് നിങ്ങൾക്ക് അവിടെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യം നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുകയാണ്, ടീച്ചേഴ്സിന് നിങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ്, ഇവിടെ എവിടെയൊക്കെ എൻ്റെ മെയിൻ പോയിന്റ്സ് ഉണ്ട് അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എൻ്റെ കുട്ടികൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. ഓക്കെ, ദെൻ അടുത്തതാണ് കട്ട്സ് ഉണ്ടാക്കുക. കട്ട്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്ന സമയത്ത് നമ്മൾ തെറ്റിപ്പോവും അല്ലേ? തെറ്റിപ്പോകുന്ന സമയത്ത് ചില കുട്ടികൾ ഇങ്ങനെ ഇരുന്ന് കറുപ്പിക്കുന്ന കാണാം. അങ്ങനെ ഒരിക്കലും നിങ്ങളുടെ പേപ്പർ ചെയ്യരുത്. കാരണം അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ വൃത്തികേടാക്കും. പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് കട്ട്, അത് നിങ്ങൾക്ക് ഒരു സ്കെയിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ നിങ്ങൾ ആൻസർ എഴുതുന്ന സമയത്ത് ഇനിയിപ്പോൾ സ്കെയിലൊന്നും വെച്ചെടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യുക, വെറുതെ ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്യാം, ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്താൽ മതി. അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ വലിയ രീതിയിൽ വൃത്തികേടാക്കില്ല. അപ്പോൾ മിസ് ദേ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം. ഇവിടെ നിങ്ങൾ മിസ് എഴുതിയിട്ടുള്ള ഒരു ആൻസർ ഷീറ്റാണിത്. അപ്പോൾ ഇതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാനിവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷേ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ കട്ട്സ് വളരെ നീറ്റായിട്ട് ചെയ്തതുകൊണ്ട് എന്താണ്, അത് എൻ്റെ ആൻസർ ഷീറ്റിനെ വൃത്തികേടാക്കിയിട്ടില്ല.
ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ തെറ്റ് പറ്റിയത് കട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് വൃത്തിയാവില്ല, കുറച്ചുകൂടി ഭംഗിയായിരിക്കും പ്രസൻറ്റ് ചെയ്യുന്ന സമയത്ത്. ദെൻ അടുത്തതാണ്, നിങ്ങൾ ഒരിക്കലും ഷോർട്ട് ഫോംസ് യൂസ് ചെയ്യാതിരിക്കുക. അതായത് നമ്മൾക്കിപ്പം നമ്മൾ വാട്സാപ്പിലൊക്കെ ചാറ്റ് ചെയ്തിട്ട് എന്താണ് ഗുഡ് നൈറ്റിനൊക്കെ നമ്മുടെ GD, NT എന്നൊക്കെ പറഞ്ഞ് കൊടുക്കും അല്ലേ. അപ്പോൾ അതുപോലെ നമുക്ക് ഈസിക്ക് വേണ്ടിയിട്ട് നമ്മൾ ബിറ്റ്വീൻ, ബിക്കോസ് അങ്ങനെ കുറേ ഷോർട്ട് ഫോംസ് നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാവും. അതൊരിക്കലും നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉപയോഗിക്കരുത്, അത് നിങ്ങളുടെ മാർക്ക് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഷോർട്ട് ഫോംസ് നിങ്ങളുടെ ആൻസർ ഷീറ്റിൽ ഉപയോഗിക്കാതിരിക്കുക. എഴുതുമ്പോൾ വൃത്തിയായിട്ട് ഫുള്ളായിട്ട് തന്നെ എഴുതാം. ദെൻ അടുത്തതാണ് പോയിന്റ് വൈസ് റൈറ്റിംഗ്. നിങ്ങൾക്കൊരു വലിയൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾക്ക് ആ ഒരു പോയിന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും വളരെ നീറ്റായിട്ട് നിങ്ങളിങ്ങനെ പോയിന്റ് ആക്കി എഴുതുകയാണെങ്കിൽ, ഇപ്പോൾ സയൻസിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മാർക്സ് കിട്ടാൻ ഏറ്റവും ഈസി ഇതാണ്. ഇപ്പോൾ ഇവിടെ ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ടീച്ചർ അപ്പോൾ തന്നെ നിങ്ങൾക്ക് 3 മാർക്ക് ഇടും, എവിടെയും മാർക്ക് കുറയ്ക്കാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പോയിന്റ്സ് നല്ല വൃത്തിക്ക് അറിയാമെങ്കിൽ അത് പാരഗ്രാഫാക്കി എഴുതി നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത്. എന്ത് ചെയ്യുക, ഇങ്ങനെ പോയിന്റ് വൈസ് ആയിട്ട് എഴുതാം. ഇനി നിങ്ങൾക്ക് 1-2 പോയിന്റ്സ് അറിയില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് പാരഗ്രാഫ് എഴുതാം. പാരഗ്രാഫ് എഴുതുന്ന സമയത്തുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഉള്ളൊരു ഫീൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണെങ്കിൽ നിങ്ങൾക്ക് സമയം ലാഭിക്കാനും ഈസി ആയിട്ട് പ്രസൻറ്റ് ചെയ്യാനും ഏറ്റവും നല്ലത് പോയിന്റ് വൈസ് ആയിട്ട് എഴുതുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ പാരഗ്രാഫായിട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലുള്ളതുപോലെ ഒന്ന് തോന്നിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിന് അണ്ടർലൈൻ ചെയ്യുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ്, നമ്മൾ ചില ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ വേണ്ടി പറയും. അങ്ങനെ അതായത് 2 എണ്ണത്തിനെ കമ്പയർ എഴുതാൻ വേണ്ടി പറയും, താരതമ്യം ചെയ്ത് എഴുതാൻ പറയും. അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതാൻ പറയുമ്പോൾ അല്ലെ താരതമ്യം ചെയ്ത് എഴുതാൻ പറയുമ്പം, ഇപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തു, നിങ്ങൾ നോക്കണ്ട ഈ ടോപ്പിക്ക്. അപ്പോൾ ഞാൻ കോൺട്രിക്റ്റൈസും ഓസ്റ്റിക്റ്റൈസും എടുത്തു. അപ്പോൾ ഞാൻ കോൺട്രിക്റ്റൈസ് എന്താണെന്ന് ഇങ്ങനെ കുരുകുരാ പാരഗ്രാഫിൽ എഴുതി, അത് കഴിഞ്ഞ് ഓസ്റ്റിക്റ്റൈസ് എന്താണെന്ന് കുരുകുരാ പാരഗ്രാഫിൽ എഴുതി. അപ്പോൾ ടീച്ചറിനെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടും ഓരോ പോയിന്റ്സും നോക്കി ഇങ്ങനെ കമ്പയർ ചെയ്യണം. ടീച്ചർക്ക് ഏറ്റവും ഈസി ചെയ്താൽ നിങ്ങളതൊരു ഇങ്ങനൊരു ടേബിളാക്കി വരയ്ക്കുക. ഓക്കെ, എന്നിട്ടാ ഇപ്പോൾ ഇവിടെ ഈ പോയിന്റ് നോക്കുകയാണെങ്കിൽ ഇത് കാർട്ടിലേജ് ആണ്, ഇത് ബോണാണ്, ഇത് പ്ലാക്കോയിഡ് ആണ്, ഇത് സൈക്ലോയിഡ് ആണ്, ഇതിൻ്റെ പൊസിഷൻ മൗത്ത് വെൻട്രൽ ആണ്, ഇത് ടെർമിനൽ ആണ്. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതാൻ വേണ്ടി പറയുമ്പോൾ അല്ലെ കമ്പയർ ചെയ്ത് എഴുതാൻ വേണ്ടി പറയുമ്പം ഇങ്ങനെ ടേബിൾ ഫോർമാറ്റ് ആണെങ്കിൽ ഈസി ആയിരിക്കും. ഇനി അതിൽ തന്നെ നിങ്ങൾക്കൊരു കാര്യം വൃത്തിയായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ ഞാനൊരു പോയിന്റ് എഴുതി, ഇതെനിക്കൊരു 2 ലൈൻ പോയിട്ടുണ്ട്, ഇതെനിക്ക് ഒറ്റ ലൈനിൽ എഴുതാൻ പറ്റി. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഞാൻ 2ാമത്തെ പോയിന്റ് എഴുതുമ്പോൾ അത് ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യില്ല, ഇവിടെ എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അതേ ലൈനിൽ തന്നെ സെക്കൻഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. 3rd പോയിന്റ് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്തത് അത് തന്നെ അടുത്തതിലും സ്റ്റാർട്ട് ചെയ്യാം. കണ്ടോ, ഒരു അലൈൻമെൻറ്റ് നിങ്ങൾ എപ്പോഴും കറക്റ്റ് ആക്കാൻ നോക്കുക. അപ്പോൾ അത് നിങ്ങളുടെ ആൻസർ ഷീറ്റിനെ കുറച്ചുകൂടി ഭംഗിയാക്കും, ഈസി ആക്കും ടീച്ചേഴ്സിന് നോക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അടുത്തത് ഇനി നിങ്ങളൊരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് മിക്കവാറും എന്തായിരിക്കും, പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അങ്ങനെ പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് എഴുതുമ്പം തീർച്ചയായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്കൊരു ഇൻട്രോ ഉണ്ടായിരിക്കണം, പിന്നെ ഒരു മെയിൻ ബോഡിയിലേക്ക് നിങ്ങൾക്ക് കടക്കാം. അതായത് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത്, ഇപ്പോൾ ന്യൂറോൺ ആണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ഇൻട്രോ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം മെയിൻ ഭാഗങ്ങൾ എഴുതാം. മെയിൻ ഭാഗങ്ങൾ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സിനെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്തിരിക്കണം. അപ്പോൾ ടീച്ചേഴ്സിന് മാർക്ക് ഇടാൻ വേണ്ടിയിട്ട് ഈസി ആയിരിക്കും. പിന്നെ എപ്പോഴും ഞാൻ പറയാറുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണെങ്കിൽ പ്രത്യേകിച്ച് ബയോളജിയിലൊക്കെ ഒരു ഡയഗ്രാം തീർച്ചയായിട്ടും വരച്ചു വെക്കാം. കാരണം ഒരു ഡയഗ്രാം വരയ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. നല്ലപോലെ ടോപ്പിക് അറിയുന്ന ഒരാൾക്ക് മാത്രമേ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുള്ളൂ, അത് ടീച്ചേഴ്സിനും അറിയാം. അപ്പം നിങ്ങളിങ്ങനെ ഒരു ഡയഗ്രാം നല്ല ഭംഗിയിൽ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ചോദിക്കും, ഓ ഈ കുട്ടിക്ക് ഇത് കംപ്ലീറ്റ് അറിയാലോ. ആ പാരഗ്രാഫ് ഫുള്ളായിട്ട് വായിക്കാനിരിക്കാതെ തന്നെ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ അത് ബയോളജി ഉള്ള മക്കളാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഡയഗ്രാം വരച്ച് വയ്ക്കാം. ഇനിയിപ്പോൾ കെമിസ്ട്രി ആയിക്കോട്ടെ, കെമിസ്ട്രിയിൽ കുറേ ഇങ്ങനെ ബോണ്ടൊക്കെ ഇങ്ങനെയൊക്കെ വരയ്ക്കാനില്ലേ, അതൊക്കെ നിങ്ങൾ വരച്ച് വയ്ക്കുകയാണെങ്കിൽ ടീച്ചേഴ്സ് കുറച്ചുകൂടി ഇംപ്രസ്ഡ് ആവും നിങ്ങളുടെ പേപ്പറിൽ. ഓക്കെ, അപ്പോൾ അതൊക്കെ ചെയ്തിട്ടുള്ളൊരു പേപ്പറാണിത് ഇവിടെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. ആൻഡ് അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കഴിഞ്ഞാലും എന്ത് ചെയ്യുക, ഇങ്ങനെ നല്ല വൃത്തിയിലൊന്ന് ആ ക്വസ്റ്റ്യനെ സെപ്പറേറ്റ് ചെയ്യുക. ഒരു പേപ്പർ എന്താ പറയുക, സ്കെയിലും പെൻസിലും എടുത്ത് വരച്ചാൽ മതി. അപ്പോൾ ടീച്ചേഴ്സിന് എന്താണ് വൃത്തിയായിട്ട് ഒരു ക്വസ്റ്റ്യൻ ഏതാണെന്ന് മനസ്സിലാവും. പിന്നെ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് നല്ലപോലെ സ്പേസ് വിടുക ഉണ്ടോ. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് നമ്മളുടെ ആൻസർ ഷീറ്റ് ഭയങ്കര പ്രസൻറ്റബിൾ ആണ് അല്ലേ, നമുക്ക് ഈസി ആയിട്ട് വായിക്കാൻ വേണ്ടി പറ്റും ടീച്ചേഴ്സിന്. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയ്ക്കാനുള്ള ഒരു ടെൻഡൻസി കുറയും. ഇനി ഇപ്പോൾ ന്യൂമറിക്കൽസ് ഒക്കെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേഷൻ നിങ്ങൾ അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക. ഒരു സൈഡിൽ ഇവിടെ വൃത്തിയായിട്ട് കാൽക്കുലേഷൻ ചെയ്യാം. പിന്നെ ഇവിടെ ഈ ഒരു ഈക്വൽസ് ഇടുന്ന സമയത്ത് അത് ലെവലായിട്ട് തന്നെ ഇടുക, ഒരൊറ്റ ലൈനിൽ ആ ഈക്വൽസ് വരാൻ വേണ്ടി നോക്കാം. നിങ്ങൾക്ക് അവസാനം ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഒന്ന് ഭംഗിയാക്കാൻ ആ ആൻസറിന് ഒരു ബോക്സിലൊക്കെ ആക്കി വെക്കാം, അല്ലെങ്കിൽ സ്പെഷ്യലായിട്ട് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ടീച്ചേഴ്സിനെ നോക്കുമ്പോൾ എന്താണ്, നിങ്ങളുടെ ആൻസർ പെട്ടെന്ന് കാണും, പെട്ടെന്ന് അവരുടെ പണി കഴിയും, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടും.
ഇനി നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് മിസ്റ്റേക്സ് ആണ്. അതിലൊന്നാമത്തതാണ്, നമ്മളൊരു ആൻസർ എഴുതുന്ന സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുന്നു, നമുക്ക് ആൻസർ ഷീറ്റ് കിട്ടുന്നു, നമ്മൾ കുടുകുടുകുടാ എഴുതാൻ തുടങ്ങുന്നു. അങ്ങനെ ചാടിക്കേറിയ ആൻസർ എഴുതാൻ നിൽക്കാതെ നമ്മളൊന്ന് ചിന്തിക്കുക, നമ്മൾ എന്തിനെക്കുറിച്ചാണ് എഴുതാൻ പോകുന്നത്, അതൊന്ന് ചിന്തിച്ചതിന് ശേഷം ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം എഴുതുക. അപ്പോൾ നമുക്ക് അനാവശ്യമായിട്ടുള്ള ഈ കട്ടിങ്സ് വരുന്നത് നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, ദെൻ അടുത്തതാണ്, ഇങ്ങനെ എല്ലാം കൂടെ കട്ട കൂട്ടി എഴുതാതിരിക്കുക. കുറച്ചൊന്ന് സ്പേസ് വിട്ടിട്ട്, ഓരോ വേർഡ്സിന് ശേഷം കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് ദെൻ ആൻസേഴ്സ് എഴുതാൻ വേണ്ടി നോക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ ക്വസ്റ്റിന് ശേഷം നല്ല രീതിയില്ല, ഇപ്പോൾ ഇവിടെ മിസ് ചെയ്തില്ലേ, ഇപ്പോൾ ഒരു ക്വസ്റ്റിന് ശേഷം നല്ല രീതിയിൽ സ്പേസ് വിട്ടിട്ടാണ് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ തുടങ്ങിയിട്ടുള്ളത്. ആ രീതിയിൽ സ്പേസ് വിടാൻ വേണ്ടിയിട്ട് നോക്കാം. പിന്നെ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ക്വസ്റ്റ്യൻ ലീവ് ചെയ്യരുത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ എങ്കിലും ഇട്ട് വെക്കാം. കാരണം ചിലപ്പോൾ അത് ഔട്ട് ഓഫ് സിലബസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ ഇടാം. ഇനി നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല, പക്ഷേ അതും റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. ചിലപ്പോൾ ഒരു 1/2 മാർക്കൊക്കെ കിട്ടിയാലോ. ഓക്കെ, ദെൻ ലാസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് നിങ്ങൾ ഇപ്പം ഇംഗ്ലീഷിന് ലാംഗ്വേജസിനും ഒന്നല്ല, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി പോലത്തെ കാര്യങ്ങൾക്കല്ലാതെ സയൻസ് സബ്ജക്ട്സിനൊന്നും അങ്ങനെ വലിയ രീതിയിൽ നിങ്ങളുടെ സ്പെല്ലിംഗ് മിസ്റ്റേക്സിന് മാർക്ക് കുറയ്ക്കില്ല. എക്സെപ്റ്റ് ഇപ്പം ഞാനിവിടെ ഒരു വാക്ക് എഴുതാം. ഓക്കെ, ഞാനിപ്പോൾ ഇവിടെ ഒരു വാക്ക് എഴുതുകയാണ്, പ്ലാസ്മിഡ്. റെഡി, പ്ലാസ്റ്റിഡ്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരൊറ്റ സ്പെല്ലിംഗ് ആണ് മാറിയത്, പക്ഷേ 2 ഡിഫറെൻറ്റ് കോൺസെപ്റ്റാണ്. ഇങ്ങനെ കോൺസെപ്റ്റ് മാറ്റുന്ന രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്കിന് തീർച്ചയായിട്ടും മാർക്ക് കുറയും. അതല്ലാത്ത രീതിയിലുള്ള സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒന്നും വലിയ രീതിയിൽ സയൻസിന് മാർക്ക് കുറയ്ക്കാറില്ല. ഓക്കെ, അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഈ രീതിയിൽ നിങ്ങളുടെ ആൻസർ ഷീറ്റ് ഒന്ന് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി നോക്കി വെക്കൂ. തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്സ് കൂടും. ഓക്കെ, കഴിവതും ഫസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആദ്യം തന്നെ നമ്പർ ഇട്ട് വെക്കാം, നിങ്ങൾക്ക് അറിയെങ്കിലും അറിയില്ലെങ്കിലും. ഓക്കെ, അറിയാത്ത ക്വസ്റ്റ്യൻസ് ഇപ്പോൾ 2 മാർക്സിൻ്റെയും 3 മാർക്സിൻ്റെയും ക്വസ്റ്റ്യൻസ് ഒക്കെ അറിയാത്തതൊന്നും ഫസ്റ്റ് തന്നെ എഴുതിയിട്ട് എന്ത് ചെയ്യാതിരിക്കുക, ടീച്ചേഴ്സിനൊരു നെഗറ്റീവ് ഇംപ്രഷൻ കൊടുക്കാതിരിക്കുക. അറിയാത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ലാസ്റ്റ് എഴുതിയാൽ മതി. ഓക്കെ, പിന്നെ ഓരോന്നിന് ശേഷവും നിങ്ങൾ കറക്റ്റ് സ്പേസ് വിട്ടതിന് ശേഷം ഇങ്ങനെ ഒരു ലൈൻ വരച്ച് വെക്കുകയാണെങ്കിൽ അവർക്ക് നോക്കാൻ എളുപ്പമുണ്ട്. ദെൻ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടീച്ചേഴ്സ് എന്തായാലും നോക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുള്ള പോയിൻറ്റ്സ്. ദെൻ എഴുതുന്ന സമയത്ത് ഡിഫറൻഷ്യേറ്റ് ചെയ്യാനുള്ളതൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പാരഗ്രാഫിലാണെങ്കിലും എഴുതുമ്പം 2-3 പാരഗ്രാഫ്സ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് എഴുതാൻ വേണ്ടി നോക്കുക. ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്യാം. അറിയുന്ന ഡയഗ്രാംസ് ആണെങ്കിൽ വരച്ച് വയ്ക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ പേപ്പർ എന്തായിരിക്കും, നല്ല നീറ്റായിരിക്കും. ടീച്ചേഴ്സിന് നോക്കാൻ എളുപ്പമുണ്ടാകും. അവരെ ബുദ്ധിമുട്ടിച്ചിട്ടില്ലെങ്കിൽ അവരും ഇറിറ്റേറ്റഡ് ആവില്ല, അവർ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്സും തരും. ഓക്കെ, അപ്പോൾ ഈ രീതിയിലൊന്ന് നിങ്ങളുടെ പേപ്പർ പ്രസൻറ്റ് ചെയ്യുക. ഇനി ഓൾറെഡി ഈ രീതിയിൽ എഴുതുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ബസ് ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് എഴുതാറുള്ളത്. കാരണം ഇത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പം നമ്മളുടെ എക്സാമിനറിൻ്റെ റെസിഡൻഷ്യൽ ക്യാമ്പസിലൊക്കെ പേപ്പേഴ്സൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എഴുതിയ ഷീറ്റ്സ് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തന്നെ എന്തൊരു നീറ്റായിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതെന്ന് തോന്നും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് മാർക്ക് ഇടാനും തോന്നും. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.